ശിവനാണ് ആറാടി അഭിനയിച്ചുകൊണ്ട് പിന്നെ ഷോജി ഷബാസിനെ മികച്ച ഡയറക്ഷനാണ്. അപ്പോൾ ഒരു ഹൊറർ നിഗൂഢതകളുടെ ഒരു കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഗംഭീര സിനിമ, തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് എല്ല്. ഫിലിമാണ്, റിസർച്ച് ചെയ്ത ഫിലിമാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലറാണ്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, ടെക്നിക്കലി ഉപകരണമാണ്. ഇതുവരെ കാണാത്തൊരു മൂവിയാണ്. സെക്കൻഡ് പാർട്ടും വരും. റിലീജിയസ് ഫാനറ്റിക്സോ കാണിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷൻ അഭിനയിച്ച ആൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഹിറ്റാവേണ്ട മൂവിയാണ്. ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. ടെക്നിക്കലി സൂപ്പർ മൂവിയാണ്. ആക്ടിങ് നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. പടം ഗംഭീരമായിട്ടുള്ള പടമാണ്. ഈ കാലം ആവശ്യപ്പെടുന്ന വളരെ നല്ല മെസ്സേജ്, അതുപോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ പടത്തിൻ്റെ അവസാനം വരെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പുതിയ കാലഘട്ടം വളരെ കൃത്യമായി കാണേണ്ട ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. പടം നല്ലൊരു പടമാണ്. നമുക്ക് അറിയാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചില സിനിമകളിൽ കൂടെയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സിനിമകളെ എല്ലാവരും കാണാം. ത്രില്ലർ അല്ല, നമുക്ക് അറിയാത്ത സബ്ജക്റ്റാണ്. അതിലോട്ട് കുറച്ച് ഡെപ്തായിട്ട് പോയിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം. ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമ, നല്ലോണം. ഇഷ്ടപ്പെട്ടോ? എന്തോ കുഴപ്പമില്ല. എല്ലാവരും അഭിനയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ത്രില്ലറല്ലേ? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പടത്തിൽ? എല്ലാവരും അഭിനയൊക്കെ എങ്ങനെയുണ്ട്? ഇറ്റ്സ് എ ന്യൂ സബ്ജക്റ്റ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതിയ ത്രെഡാണ്. ഇതിൻ്റെ മേക്കിംഗ് കുറേ ഞങ്ങൾ 2 വർഷമായി ഞങ്ങൾ ചെയ്തിട്ട്. ദേ വർ വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ഇപ്പോഴും അതൊരു അൺറിസോൾവ് ആണ്. ദസ് എ ലിറ്റിൽ ടു കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇറ്റ്സ് എ അൺറിസോൾവ് മിസ്റ്ററി. ഇറ്റ്സ് എ എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് പീസസ് പുട്ട് ടുഗെദർ ആൻഡ് ഐ എം ഗ്ലാഡ് ഐ എം പാർട്ട് ഓഫ് ദ മിസ്റ്ററി. നന്നായിട്ട് സെക്കൻഡ് പാർട്ട് വരുന്ന രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്ന പ്രേക്ഷകർക്ക് നിലനിർത്തിയിട്ടാണ്. ബിക്കോസ് ആ എല്ലെന്ന് പറയുന്നത് ഫുള്ളി റിവീൽ ചെയ്തിട്ടില്ല. ഇനിയും ഉണ്ട് കുറേ. അതിൻ്റെ സ്റ്റോറി റിവീൽ ആവാനാണ് സെക്കൻഡ് പാർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഈ ഒരു ജനറലി നമ്മളൊരു പുതിയ കാര്യം കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ, പിന്നെ അതിലൊരു മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ അതിലൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഗതികളാണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹാസ് കം ടുഗെദർ വെരി വെൽ. ബിക്കോസ് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെയാണ് എന്താണ് ഇവിടെ അവിടെ. വി ഓൾസോ ട്രൈ ടു ലിങ്ക് ഇറ്റ്. സോ ആൻഡ് എല്ലാവരും പുതിയ ആക്ടേഴ്സാണ്, പുതിയ ടീമാണ്. ദേ വർ വെരി ഹാർഡ് വർക്കിംഗ്. എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഡയറക്ടറും ആക്ടറും ഒക്കെ തന്നെ വന്ന് നമ്മളെ ശരിക്കും ടേക്ക് കെയർ ചെയ്യും. സോ ഇറ്റ് വാസ് ആക്ച്വലി എൻ എക്സ്പീരിയൻസ്. ഞാൻ ആ സിനിമ കാണുമ്പോഴും അത് തന്നെയാണ്. ദ ഹോൾ ടീം ബ്രോട്ട് us together and I really hope it does well. ചെറിയൊരു സിനിമയാണ്. ബാക്കി എല്ലാവരും ഇനിയിപ്പം ഓഡിയൻസ് ഇതിൻ്റെ അഭിപ്രായം പറയണം. എല്ലാവരും നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് ഒന്ന് കത്തിക്കാനായിട്ട്. ബാക്കി ഇനിയിപ്പോൾ വ്യൂവേഴ്സ് പറയട്ടെ, ഓഡിയൻസ് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളുടെ ഒരു ചെറിയ സിനിമ, പുതിയ ആളുകളാണ്, പുതിയ കുറച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഒരു ഡിഫറെൻറ്റ് ത്രെഡാണ്. അത് എന്താ പറയുക, ഒരു സോർട്ട് ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നല്ല രീതിയിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തി അവരുടെ അഭിപ്രായങ്ങൾ വന്നാൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് നമുക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഇതിൽ കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെയെങ്കിലും ഉള്ളിൽ കുറേ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെ മറുപടി ആയിരിക്കാം മേ ബി ലിലിത്ത് 2 അല്ലെങ്കിൽ L2 എന്നുള്ള രീതിയിൽ പ്രേക്ഷകരാണത് പറയേണ്ടത്. എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ 2 വർഷത്തോടുള്ള ഒരു കഷ്ടപ്പാടാണ് ആക്ച്വലി ഈ ഒരു സിനിമ. പക്ഷേ പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. പ്രേക്ഷകർ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.